നീതിമാന്മാരെന്നും സത്യസന്ധരെന്നും വളരെ മനോഹരമായ നീതിബോധമുള്ളവരാണെന്നും സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര വളർച്ചയുടെ ലോകം നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികളാണെന്നും വല്ലാതെ പറഞ്ഞ് ഇന്ത്യയിലെ കുറേ മനുഷ്യർ ആഹ്ലാദിക്കുന്ന, ഇന്ത്യയിലേ ഉള്ളൂ ഇത്രമേൽ ആഹ്ലാദം, ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് അങ്ങോട്ട് പോയാണ്. അതിൻ്റെ കാരണം പറഞ്ഞത് അവിടെ ആണവായുധങ്ങൾ അടക്കമുള്ളവ സംഭരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ മേധാവിയെ വധിക്കുകയും സൈനിക മേധാവികളെ അടക്കം അപായപ്പെടുത്തുകയും ആണവശാസ്ത്രജ്ഞന്മാരെയും ഒക്കെയും അപായപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ പേര് സ്വയം പ്രതിരോധം എന്ന് മാത്രമല്ല, നെതന്യാഹു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇസ്രയേലിൻ്റെ സംരക്ഷണത്തിന് മാത്രമല്ല, അറബികളിലായ അയൽക്കാരായ നല്ല സുഹൃത്തുക്കളുടെ സംരക്ഷണത്തിന് കൂടി വേണ്ടിയാണ് 14 കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇറാൻ ഡ്രോണുകൾ 100ഓളം എണ്ണം തിരിച്ചടിച്ച് തങ്ങളും യുദ്ധത്തിൻ്റെ അനിവാര്യതയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും കത്തുകയാണ്. കത്തുന്നതിൻ്റെ കാരണം ഒറ്റ രാജ്യമാണ്, അത് ഇസ്രയേലാണ്. അങ്ങനെ കത്തിക്കുന്നതിലും പിടിച്ചെടുക്കുന്നതിലും തകർക്കുന്നതിലും ആക്രമിക്കുന്നതിലുമൊക്കെ വലിയ ആവേശവും ആഹ്ലാദവും കാണിക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും അമേരിക്ക തൊട്ട് പിന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് പറയുമ്പോൾ ഇസ്രയേലിനോടോ അമേരിക്കയോടോ ഏറ്റുമുട്ടത്തക്ക സാമ്പത്തിക സാങ്കേതിക വിദ്യാശേഷിയൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ പലപ്പോഴും തിരിച്ചടിക്കുമെന്നും അനിവാര്യമായിരിക്കുന്നു പതനം എന്നൊക്കെ പറയുമ്പോഴും എത്രയോ കാലങ്ങളായി അവർ സാങ്ഷനിലാണ്, ഉപരോധത്തിലാണ്. അവർക്ക് സ്വന്തമായി വിമാനങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ പോലും, അതിൻ്റെ ഉപകരണങ്ങൾ പോലും നൽകുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ലോകവ്യവസ്ഥയിൽ ഒന്നെങ്കിൽ റഷ്യയോ അതല്ലെങ്കിൽ ചൈനയോ ഒക്കെ ഇറാൻ്റെ പിന്നിൽ അണിനിരക്കണം. കച്ചവട വാണിജ്യ താൽപ്പര്യങ്ങൾ നയിക്കപ്പെടുന്നിടത്ത് അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഏതായാലും ആക്രമണം അങ്ങോട്ട് പോയാണ് നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പഴയ ആക്രമണം പോലെ നമ്മുടെ നാട്ടിലെ നീതിമാന്മാരായ ആളുകൾ അങ്ങോട്ട് പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതല്ലേ എന്നൊന്നും പറയുമെന്ന് വിചാരിക്കാതിരിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. കാരണം അതിന് പറ്റുന്ന വേറെ ന്യായങ്ങൾ പറഞ്ഞ് ഇവിടെയുള്ളവർ ആഹ്ലാദവും സന്തോഷവും പ്രകടിപ്പിക്കും. ഇതിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വ്യോമാതിർത്തിയുമൊക്കെ കടന്ന് അതിൻ്റെ തലസ്ഥാനത്താണ് 14 ഇടങ്ങളിൽ ആക്രമിച്ചിരിക്കുന്നത്. 2-3 ദിവസമായി ആക്രമിക്കുമെന്നുള്ള ഒരു ഭീതി നിലനിന്നിരുന്നു. പിന്നെ ഇതിനൊക്കെ എതിരാണെന്ന് പറയുമ്പോഴും ട്രംപ് ഇത് മുൻകൂട്ടി അറിയുകയും അദ്ദേഹത്തിന് നെതന്യാഹു നന്ദി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഈ നീതി, ധാർമ്മികത, സത്യം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരവും കഴിവും വെച്ച് നിർണയിക്കപ്പെടുന്നതാണെങ്കിൽ ഇനിയുമൊക്കെ ഇവർ തന്നെ ജയിച്ചുകൊണ്ടേയിരിക്കും. അതിനപ്പുറത്താണ് കാര്യങ്ങളെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരം അവിടെ നിന്ന് തന്നെ ഉണ്ടാകും വരെ ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതിവിശേഷം.